നമ്മളുടെ ഈ പെന്തക്കോസ്തുകാരുടെ രോഗശാന്തിയുടെ എത്ര കഥകളാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ട് ഞാൻ വളർന്നിട്ടുള്ളത്. നാണമില്ലാതെ ആ ഒരു മരണ ശുശ്രൂഷയ്ക്ക് അവിടെ നിന്ന് തന്നെ കാശ് മേടിക്കുന്നവരാണ് ഈ പെന്തക്കോസ്തു പാസ്റ്റർമാർ. ഒരു മനസാക്ഷിയും കൂടാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണമായും വരുന്നതാണ് അസുഖങ്ങൾ എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ അവർ നീചരായി ഇങ്ങനെ പെരുമാറാറുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കാവാൽജി അല്ലെങ്കിൽ അനീഷ് കുമാർ കെ എന്ന അനീഷ് കാവാലം ശ്വാസം മുട്ടലിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സായിപ്പിൻ്റെ ആശുപത്രിയിൽ അല്ലെങ്കിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അതിനുശേഷം ഡിസ്ചാർജ് ആയ വിവരം ഒട്ടുമിക്ക വിശ്വാസികളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാവാൽജി അഡ്മിറ്റായ വാർത്ത മണിക്കൂറുകൾക്കകം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ വാർത്ത അപ്പോൾ എനിക്ക് ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു വീഡിയോ ചെയ്തില്ല എന്നുള്ളതിൻ്റെ കാരണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും ഈ പെന്തക്കോസ്തുകാരും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെയായി മാറും. അത്രയും തരം താഴുവാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടും ഈ ഒരു വാർത്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എവിടെ പോയി നിങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ രോഗശാന്തിയുടെ ഇത്രയും വലിയ പ്രചാരകനെ രക്ഷിക്കാൻ പോലും നിങ്ങളുടെ ദൈവത്തിന് കഴിവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പെന്തക്കോസ്തുകാരെ പോലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കൊരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തി ഈ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷം ഇതിന് പുറത്തു പോയി കഴിഞ്ഞാൽ, എനിക്ക് ചെറിയൊരു പനിയോ തലവേദനയോ ജലദോഷമോ ഒരു വയറിളക്കമോ വന്നു കഴിഞ്ഞാൽ ഇതറിയുന്ന വിശ്വാസികൾ ആദ്യം പറയുന്നത്, കണ്ടില്ലേ ഇവൻ അങ്ങനെ തന്നെ വേണം, അവൻ്റെ കയ്യിലിരിപ്പിനാണ്, അവൻ ദൈവത്തിനെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മനസാക്ഷിയും കൂടാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണമായും വരുന്നതാണ് അസുഖങ്ങൾ എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ അവർ നീചരായി ഇങ്ങനെ പെരുമാറാറുണ്ട്. എന്തായാലും നമ്മുടെ കാവാൽജിയുടെ ഈ ഒരു ആശുപത്രി പ്രവേശം വെറും ഒരു അവിചാരിത സംഭവം ആയിരുന്നില്ല. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായും നമ്മുടെ ഡോക്ടർ ഏബ്രഹാം ജേക്കബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. നമ്മുടെ ചാനലിൽ അധികമായി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൃത്യമായൊരു പ്രവചനം കഴിഞ്ഞ 2025 ഡിസംബർ 6 ചെയ്യുകയുണ്ടായി. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ദേഹം ദേഹിയുടെ ആത്മാവിന്റെയും വീണ്ടെടുപ്പിനായി കർത്താവ് ഒരിക്കലായി കാൽവറിയിൽ മരിച്ചെന്നും പറയുന്നത്, ഈ പ്രസംഗിക്കുന്ന ആള് ഒരു നെഞ്ചവേദന വന്നാൽ എവിടെയായിരിക്കും പോകുന്നത്? അവർക്ക് നെഞ്ചുവേദന വരുമ്പോൾ അവർ ബെസ്റ്റ് ഹോസ്പിറ്റലുണ്ട്, അവർ സായിപ്പിന്റെ ആശുപത്രിയിലും പുഷ്പരിയും കുറയാതെ അവർ പോകത്തില്ല. അവർക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പ്രസംഗിക്കുന്ന ആളിന് സായിപ്പിന്റെ ആശുപത്രിയിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കിന് തൈലം പൂശണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. സായിപ്പിന്റെ ആശുപത്രിയിൽ നിന്ന് എടുത്താണ് ഇവിടെ നമ്മുടെ ജേക്കബ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ പ്രവാചകനായ ടിജോ പാഷറെ പോലെ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇതിൻ്റെ കൃത്യമായ തെളിവ് എൻ്റെ ചാനലിൽ തന്നെ, ഹോളിമസ് ചാനലിൽ തന്നെ 6 ഡിസംബറിലെ ലൈവ്, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൈവ് നിങ്ങൾക്ക് പോയി നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി ഇത് കാണാൻ സാധിക്കും. എഡിറ്റഡ് അല്ല, ഉടായിപ്പല്ല. ഇനിയും എന്തുകൊണ്ടാണ് ഒട്ടനവധി ആളുകൾ അനീഷ് കാവാലം എന്ന വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയപ്പോൾ ഇത്രയധികം ട്രോളുകളുമായിട്ട് മുന്നോട്ട് വന്നത് എന്നുള്ള കാരണം നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ കാണിക്കുന്ന ഈ ഒരു വീഡിയോ ഒട്ടുമിക്ക ആളുകളും ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. പെന്തിക്കോസുകാരുടെ വിശ്വാസമെല്ലാം വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴല്ല, പണ്ട് പേപ്പട്ടിനടിച്ചാൽ പോലും മരുന്നെടുക്കുകയല്ല, പ്രാർത്ഥിച്ച് സൗഖ്യമാണ്. മൂർഖം പാമ്പ് കൊത്തിയാൽ മരുന്നെടുക്കുകയല്ല, അതാ പെന്തിക്കോസ്. ഇന്നിപ്പം മൂർഖം പാമ്പ് കൊത്തണ്ട, അപ്പുറത്തെ പുറകിടത്തെ കൊണ്ടൊന്ന് പോയാൽ മതി, ഉടനെ നമ്മൾ പറയാം കുരുമുളക് അടിച്ചു നോക്കിയേ. ഞങ്ങളുടെ ഹൈറേഞ്ചിലെ ജോൺ ബി ചെല്ലപ്പൻ പാസ്റ്ററുടെ ഭാര്യയെ 5-10 പ്രാവശ്യം പാമ്പ് കൊത്തിയ പാമ്പ് ചത്തതല്ല, ആ തള്ള ചത്തില്ല. എത്രയോ കൊല്ലം ചെല്ലമ്മ കൊച്ചമ്മ ജീവിച്ചിരുന്നു. കവിയൂരിനടുത്ത് ഞാലിക്കണ്ടത്ത് കോയിപ്പുറത്ത് ഒരു കൊച്ചമ്മയുണ്ടായിരുന്നു, 18 പ്രാവശ്യം ആ മൂർഖം പാമ്പ് കൊത്തിയത്. ഒരു കുഴപ്പമില്ല, തള്ള 97 വയസ്സിലാണ് മരിക്കുന്നത്. പ്രാർത്ഥിച്ച് വില പറഞ്ഞ ഈ ചെല്ലമ്മ കൊച്ചമ്മയും കവിയൂരിനടുത്ത് 18 പ്രാവശ്യം മൂർഖൻ കടിച്ച ആളുകളുമൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ടോ, നടന്ന കാര്യങ്ങളാണോ എന്നൊന്നും വിശ്വാസികൾക്ക് അറിയത്തില്ല. പക്ഷേ ഇയാളെ പോലെ ദൈവതുല്യമായി വിശ്വാസികൾ കണക്കാക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ അവരിത് വെള്ളം തൊടാതെ വിഴുങ്ങും. അവരുടെ ജീവിതത്തിലേക്ക് ഇത് പരീക്ഷിക്കാൻ അവർ ശ്രമിക്കും. എന്നിട്ട് അവസാനം പറയും പ്രാർത്ഥിച്ച് വിഷമിറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൻറ്റിബോഡീസിൻ്റെ കുത്തിവെപ്പ് എടുക്കാനായിട്ട് മനുഷ്യന്മാരൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ, നേരെ ഓടി ഈ പാസ്റ്ററിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ചാൽ പോരെ. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, മൂർഖം പാമ്പൊന്നും അല്ലല്ലോ അനീഷെ നിങ്ങളെ കടിച്ചത്, ജസ്റ്റ് ഒരു ശ്വാസം മുട്ടലല്ലേ വന്നത്, എന്നിട്ട് നിങ്ങൾ നേരെ ഓടി TMME പോയില്ലേ? പണ്ടത്തെ പെന്തിക്കോസ് മെഡിക്കൽ കോളേജുകാര് തള്ളുന്ന കേസ് പെന്തിക്കോസ് ആരാധന വിടുതല. ഇന്നത്തെ പെന്തിക്കോസ് ആരാധന
ആരാധന കഴിഞ്ഞ പയ്യ മെഡിക്കൽ കോളേജിലോട്ട് പോവുക. അത് ശരിയാണ്. നമ്മളുടെ ഈ പെന്തക്കോസ്തുകാരുടെ രോഗശാന്തിയുടെ എത്ര കഥകളാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ട് ഞാൻ വളർന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഈ മൊബൈലിലൊക്കെ ക്യാമറ വന്നേ പിന്നാണ് ഈ രോഗശാന്തിയൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി. ഇനിയും വരുന്ന 2 വീഡിയോസ് പഴയ എൻ്റെ ഒരു രോഗശാന്തി വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു അനീഷ് കാവാലത്തിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ വീണ്ടും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇവരെ പോലെയുള്ള മനുഷ്യർ പല മനുഷ്യന്മാരുടെയും ജീവിതം ആപത്തിലാക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എത്രയോ ദൈവകുഞ്ഞുങ്ങൾ മരുന്നെടുക്കാൻ നിൽക്കുന്നു, രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നു. ഈ ബാബുജാനെ ഈ പൈത്തോമി 4 വയസ്സിൽ കൊണ്ടുവന്നു. 4 വയസ്സിൽ. ഇപ്പൊ പുള്ളിക്ക് 71 വയസ്സുണ്ട്. അപ്പൊ എത്ര കൊല്ലമായി പൈത്തോമിലായിട്ട്? ഇന്ന് വരെ വിക്സ് പോലും എടുത്തിട്ടില്ല. ഇത് വല്ല പൊട്ടന്മാരോട് പറഞ്ഞ ബാബുജാനെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ഒരു മരുന്നും എടുത്തിട്ടില്ല. അങ്ങനെ എത്രയോ പേര്. ഇവിടെ അനീഷ് പറയുന്നത് TPM തിരുവല്ല സെൻറ്ററിലെ സെൻട്രൽ പാസ്റ്ററായിട്ടുള്ള ബാബുവിനെ കുറിച്ചാണ്. 4-ാമത്തെ വയസ്സിൽ ചർച്ചിൽ വരികയും ഇപ്പോൾ 71 വയസ്സായിട്ടും ഇതുവരെ ഒരു മരുന്ന് പോലും എടുത്തിട്ടില്ല. കണ്ടില്ലേ ജീവിക്കുന്നത്. ഇതുവെല്ലാം പൊട്ടന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ പൊട്ടന്മാർ മണ്ടന്മാരെന്ന് പറഞ്ഞ് മനുഷ്യരെ അപമാനിച്ച് അവരുടെ മേളിൽ അപമാനഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മരുന്നെടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്ന വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും നിങ്ങളെ അപമാനിച്ച നാണം കെടുത്തി ഈ ഒരു മനുഷ്യൻ, അയാൾക്കൊരു ശ്വാസം മുട്ടൽ, വെറും ഒരു ശ്വാസം മുട്ടൽ വന്നപ്പോൾ അയാൾ ഓടിപ്പോയത് നമ്മുടെ ജേക്കബ് പറഞ്ഞുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നീട് ഇവരെ പോലുള്ളവരുടെ ഏറ്റവും വലിയൊരു ഇരട്ടത്താപ്പാണ് ഈ 71 വർഷം ജീവിച്ചിരുന്നവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ TPMൽ തന്നെ വളരെ ചെറുപ്രായത്തിൽ 30-40 വയസ്സിലൊക്കെ മരിച്ചു പോകുന്ന അനവധി ആയിരക്കണക്കിന് പാസ്റ്റർമാരും സിസ്റ്റർമാരും ഉണ്ട്. എന്തുകൊണ്ട് അവരെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നില്ല? ഇനിയും ഇതേ കാവാലം വേറൊരു സ്റ്റേജിൽ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഏറെ വർഷങ്ങൾ മരുന്ന് അങ്ങനെ ഉപയോഗിക്കുകയില്ലായിരുന്നു. അത് തീരുമാനമൊന്നും എടുത്തതല്ല, വേണ്ടാന്ന്. സാധാരണ അസുഖങ്ങളൊക്കെ ഒരു പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ അങ്ങ് പോകും. മരുന്നിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല, അങ്ങനെ പ്രതിഷ്ഠയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അമേരിക്ക ചെന്നപ്പോൾ ഉറക്കമുളപ്പും യാത്രയും അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ട് വന്ന് പ്രഷർ അങ്ങ് കണ്ടമാനം കൂടി, നല്ലതുപോലെ പ്രഷർ കൂടി. അപ്പോൾ ആ ഒരു വീട്ടിൽ താമസിക്കുക, അവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ മുഖാന്തരം വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. അതെൻ്റെ ഭാഗത്തും അല്പം അപാകത എന്ന് പറഞ്ഞാൽ ഞാനും അതിനെ വിധേയപ്പെടേണ്ടി വന്നു. ഡോക്ടറുമൊക്കെ വന്ന് കണ്ട് എല്ലാം പരിശോധിച്ചപ്പം പ്രഷർ നന്നായിട്ട് കുറയുന്നില്ല, അങ്ങ് കൂടുക. അപ്പം വീട്ടുകാർക്കും എല്ലാം എല്ലാവരുടെ താല്പര്യവും ഞാനും താല്പര്യപ്പെട്ടു. പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കങ്ങ് വലിയ മനപ്രയാസം, അയ്യോ മരുന്ന് എടുത്തല്ലോ. അപ്പം എന്നോട് അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, പാസ്റ്റ് ഇവിടുന്ന് തിരിച്ചങ്ങ് അമേരിക്കയിൽ നിന്ന് പോയി കഴിയുമ്പോൾ അതങ്ങ് നിർത്തിക്കൂ, ഡോക്ടറെ കണ്ടേച്ച് നാട്ടിൽ. അങ്ങനെ ഞാനും അങ്ങ് ചിന്തിച്ചു, നമ്മൾ മുഖാന്തരം അവർക്കും ഒരു പ്രയാസം വേണ്ട, ഞാനും അതിന് വിധേയപ്പെടേണ്ടി വന്നു. ഈ ടാബ്ലറ്റ് എടുത്തു. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതങ്ങ് നിർത്തി. ഒരാഴ്ച കഴിഞ്ഞ് കുമളിയിലൊരു ശുശ്രൂഷയ്ക്ക് എന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. വൈകിട്ട് പ്രസംഗിക്കണം, പകലത്തെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് വൈകിട്ടപ്പം പെട്ടെന്നൊരു ക്ലിനിക്കിലോട്ട് ചെന്ന് നോക്കിയപ്പം പ്രഷർ ഹൈ ആയി. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു പ്രഷറിൻ്റെ മരുന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എടുത്തതാ, ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നില്ല. പറഞ്ഞു പെട്ടെന്നത് എടുക്കണം, നല്ല പ്രഷറുണ്ട്. വൈകിട്ട് പ്രസംഗിക്കാൻ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നാൽ അത് എടുത്തേച്ച് പോകാൻ പറഞ്ഞില്ലേ, പ്രസംഗം പൂർത്തീകരിക്കുകയല്ലെന്ന് പുള്ളിയുടെ ശൈലിയാണ്. പിന്നെയും അത് എടുത്തു. അത്രയും നാൾ ഈ വിശ്വാസികളെയെല്ലാം അപമാനിച്ചും ഭാരപ്പെടുത്തിയും അയാൾ മരുന്നെടുക്കുന്നതിന് കളിയാക്കിക്കൊണ്ട് നടന്ന വ്യക്തി അമേരിക്കയിൽ പോയൊരു മരുന്നെടുത്തു. അത് മനുഷ്യരറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ച് മെഴുകുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആദ്യം പറയുന്നത് അമേരിക്കയിൽ പോയിട്ട് എനിക്കൊരു വയ്യാഴി വന്നപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട്, അവിടുത്തെ ഒരു രീതി അങ്ങനെ, അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കാനായിട്ട് ഞാൻ മരുന്നങ്ങ് എടുത്തു. പിന്നെ എന്തരനീഷേ, നിങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം അമേരിക്കയിൽ നിന്നപ്പോഴല്ലേ ഉള്ളൂ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നാട്ടിൽ വരുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് പിന്നെയും BP കൂടിയപ്പോൾ ഒരു നാണവും ഇല്ലാതെ പോയിട്ട് പിന്നെയും മരുന്നെടുത്തു. 18 പ്രാവശ്യം മൂർക്കം കടിച്ചപ്പോൾ പ്രാർത്ഥിച്ച് വിഷമിറക്കിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ദൈവം ഈ സമയത്ത് എവിടെ പോയേക്കുമായിരുന്നു? ഇനി മൂർക്കം പാമ്പ് പോലും കടിക്കാതെ വെറും ഒരു ശ്വാസം മുട്ടിനാണ് ഇപ്പോൾ ഓടി ആശുപത്രിയിൽ പോയിരിക്കുന്നത്. ഈ വിശ്വാസികൾ നമ്മളെക്കാൾ മുൻപേ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. എല്ലാവരെക്കാളും മുമ്പേ ഇവരെ പോലെയുള്ള നാണമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഇറങ്ങുന്നത് ഇവർ തന്നെയാണ്. ജേക്കബ് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിട്ടും ഈ പ്രസംഗിക്കുന്ന ആൾക്കാർ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് അവർ പോയി കയറുന്നത്. അവർ കയ്യിലൊരു മൈക്ക് കിട്ടുമ്പം സ്റ്റേജിലേക്ക് കയറിയിട്ട് അവർക്ക് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന പോലെ ഇങ്ങനെ പ്രസംഗിക്കുന്നതല്ലാതെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കാത്തതാണ് അവർ ഈ ഘോരം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവരെ പോലെയുള്ളവർ വരുത്തി വെക്കുന്ന പ്രശ്നം നേരിടുന്നത് പാവപ്പെട്ട വിശ്വാസികളാണ്. ഇവരെ പോലെയുള്ള മനുഷ്യരെ ദൈവതുല്യരായി കണ്ടിട്ട് ഇവർ ഈ പറയുന്ന വാക്കുകളെല്ലാം അതേപടി എടുത്തിട്ട് അവർ മരുന്നും കാര്യങ്ങളും ഒന്നും എടുക്കാതെ വീട്ടിലിരിക്കും. അവസാനം എന്തെങ്കിലും അസുഖം വന്നിട്ട് അവർ മരണപ്പെടുമ്പോൾ ഇതേപോലെയുള്ള പാസ്റ്റർമാർ, ഇങ്ങനെ നീട്ടി പ്രസംഗിച്ച പാസ്റ്റർമാർ അസുഖം വന്ന് ആശുപത്രിയിൽ പോയി സുഖപ്പെട്ട് വന്നിട്ട് AC കാറിൽ ഇവരുടെ മരണ ശുശ്രൂഷയ്ക്ക് വന്ന് നീട്ടി 2 പ്രസംഗം പ്രസംഗിച്ച് മരണ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് ഈ വീട്ടുകാർ കൊടുക്കുന്ന 5000-ഉം 10,000-ഉം കയ്യിൽ ചുരുട്ടി നാണമില്ലാതെ ആ ഒരു മരണ ശുശ്രൂഷയ്ക്ക് അവിടെ നിന്ന് തന്നെ കാശ് മേടിക്കുന്നവരാണ് ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാർ.
ആ കിട്ടുന്ന കാശും മേടിച്ച് കൈ ചുരുട്ടി മരണശേഷം കൊടുക്കുന്ന പൊതിയും കഴിച്ച് പപ്സിലെ പൊടിയും തട്ടി ചായയും കുടിച്ചിട്ട് നാണമില്ലാതെ AC കാറിൽ കയറിയിട്ട് തിരിച്ചു പോകുമ്പോൾ പോകാൻ പോകുന്നത് ഈ ഓരോ വിശ്വാസികൾക്കുമാണ്. വിശ്വാസികളെന്ന് പറയുന്നത് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും. 18 വർഷം പെന്തക്കോസ്തിൽ പോയൊരു വ്യക്തി അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. പെന്തക്കോസ്തുകാരിയായ ഒരു അമ്മ 3 ചെറിയ കുട്ടികളെ മരുന്നെടുക്കാതെ ഇതേപോലെയുള്ള രോഗശാന്തി എന്ന വിവരമില്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ട് ആ ഒരു 3 പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് മരിച്ചുപോയി. അതേപോലെ ഈ രോഗശാന്തി എന്നും പറഞ്ഞ് നോക്കി നിന്ന് മരണപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് ചില കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെയും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെയും ഒക്കെ ആയിരിക്കും. ഇവരെ പോലെയുള്ളവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒരു വാക്ക് മാത്രമാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ അനീഷ് കാവാലത്തിന്റെ 2 മുഖങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇവർക്ക് ഇതെല്ലാം വളരെ നിസ്സാരമാണ്. ഒരു സ്റ്റേജിൽ പറഞ്ഞ കാര്യം അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ അത് മാറ്റി പറയാനും അതിനെ ന്യായീകരിക്കാനും ഇവർക്കൊരു നാണവുമില്ല, ഇവർക്കൊരു നഷ്ടവുമില്ല. നഷ്ടം വരുന്നത് നിങ്ങളെപ്പോലെയുള്ള പാവം വിശ്വാസികൾക്ക് മാത്രമാണ്. ഞാൻ നിങ്ങളാരും പ്രാർത്ഥിക്കേണ്ട എന്നൊരിക്കലും പറയത്തില്ല. കാരണം പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൗഖ്യമാക്കും എന്നൊക്കെ അമിതമായിട്ട് വിശ്വാസമുള്ള ആളുകൾക്ക് മരുന്നെടുക്കുന്നതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വേദനയോ കാര്യങ്ങളോ ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതിൽ അമിതമായ വിശ്വാസമുള്ളവർക്ക് പ്ലസിബോ എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ അതേപോലെ നിങ്ങൾ മരുന്നെടുത്തിട്ട് പ്രാർത്ഥിച്ചോളൂ, അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മരുന്നെടുക്കാതെ പ്രാർത്ഥന മാത്രം ശരണമാക്കിയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നഷ്ടം വരുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും.